15 March by 5 p.m. on 15 March 2024. Full stop. During the course of the pendency of the proceedings before the Constitution Bench, ECI had, in compliance with the interim orders passed by this court, filed its statements which have been maintained in the custody of the court. Full stop. Copies of the statements which were filed by ECI before this court would be maintained in the office of the ECI. Full stop. ECI ദിവിഷ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SBIക്ക് കനത്ത തിരിച്ചടി നൽകുന്ന ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ ബോണ്ടുകളെ സംബന്ധിച്ചുള്ള information which was supplied to this court in pursuance of the interim orders. ഹലോ ബാലോപാൽ, പറയാം കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ദിവിഷ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ SBIക്ക് ഏറ്റവും കനത്ത തിരിച്ചടി നൽകുന്ന ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ സമയം നീട്ടി നൽകണമെന്ന SBIയുടെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. മറിച്ച് ഈ വിവരങ്ങൾ എത്രയും വേഗം തന്നെ ഈ സുപ്രീം കോടതിക്ക് കൈമാറണം, മാർച്ച് 15-നുള്ളിൽ കൈമാറണമെന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി എത്രയും വേഗം കൈമാറണമെന്ന ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ വിവരങ്ങൾ മാർച്ച് 15-നകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പരസ്യപ്പെടുത്തണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനും SBIക്കും കനത്ത തിരിച്ചടി നൽകുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതി നേരത്തെ പറഞ്ഞിരുന്നത് ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ വിവരങ്ങൾ കൈമാറുന്നതിന് കൂടുതൽ സമയം വേണം. ആദ്യം ജൂൺ 30 വരെ ആവശ്യപ്പെട്ടിരുന്ന SBI പിന്നീട് 3 ആഴ്ചത്തെ സമയമായിരുന്നു കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ആ ആവശ്യവും സുപ്രീം കോടതി ഇപ്പോൾ അംഗീകരിച്ചിട്ടില്ല. എത്രയും വേഗം തന്നെ ഈ വിവരങ്ങൾ കൈമാറണമെന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ കൈമാറുകയും ചെയ്തിരിക്കുന്നത്. അതായത് സാങ്കേതികത്വം പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. ഈ ഇലക്ഷൻ പ്രഖ്യാപനത്തിനൊക്കെ മുൻപേ തന്നെ ഇതിന്റെ ഒരു സുതാര്യത ഇതിൽ ഉറപ്പുവരുത്താനുള്ള ഒരു തീരുമാനം അല്ലേ? The miscellaneous application for extension of time shall accordingly stand dismissed. Contempt petitions shall stand disposed of at this stage in the above terms. Malad, I just want to say one thing, Malad, because I don't want tomorrow to be again at the end of Mr. Prashant Bhushan's contempt. Your Lordships have said disclose B and disclose C. The directions, we will disclose both of that. That is easy. Correlating the purchase with the beneficiary. സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവം കഴിഞ്ഞിരിക്കുകയാണ്. സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നാളെക്കുള്ളിൽ അതായത് നാളെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള SBIയുടെ പക്കലുള്ള എല്ലാ വിവരങ്ങളും ഈ കൈമാറണമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് തുടർന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 15-ാം തീയതിക്കുള്ളിൽ ഈ പരസ്യപ്പെടുത്തണമെന്നും സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ബോണ്ടുകൾ ആരൊക്കെ വാങ്ങി, അത് എങ്ങനെയൊക്കെ ആ പണത്തിന്റെ വിനിയോഗം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിശദമായ ഒരു നിലവിൽ SBIയുടെ പക്കലുള്ള കാര്യങ്ങൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് അങ്ങനെ കൈമാറുന്ന വിവരങ്ങൾ ഈ മാർച്ച് 15-നുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യപ്പെടുത്തണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാലോപാൽ, ഈ പരസ്യപ്പെടുത്തുന്നതിൽ ആരൊക്കെ പണം നൽകി എന്നതാണോ അതോ ഏതൊക്കെ പാർട്ടികൾ എത്രയൊക്കെ രൂപ സ്വീകരിച്ചു എന്നതല്ലേ യഥാർത്ഥത്തിൽ പരസ്യപ്പെടുത്തേണ്ടത്? ഈ കൊടുത്തവരുടെ വിവരങ്ങൾ അങ്ങനെ പരസ്യപ്പെടുത്തേണ്ട ആവശ്യവുമുണ്ടോ? ഈ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ നേരത്തെ ഉണ്ടായിരുന്ന ഉത്തരവിലെ B, C എന്നീ വകുപ്പുകൾ നടപ്പിലാക്കണമെന്നതാണ്. അതായത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഏതൊക്കെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ എത്രത്തോളം ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്, ആ ബോണ്ടുകൾ എൻകാഷ് ചെയ്തതിന് അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് കൈമാറാൻ വേണ്ടി പറഞ്ഞതെന്നാണ് ഈ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് വിധിയുടെ പൂർണ്ണ രൂപം നമുക്ക് ലഭ്യമാകേണ്ടതായുണ്ട്. SBI നേരത്തെ പറഞ്ഞിരുന്ന ആശങ്കകൾ,
അതായത് സമയം നീട്ടി നൽകണമെന്ന ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചിട്ടില്ല. നാളെ തന്നെ സുപ്രീം കോടതിക്ക് അല്ല, ക്ഷമിക്കണം, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറാനാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ ഈ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതായുണ്ട്. നിലവിൽ ഈ മുൻ ഉത്തരവിൻ്റെ ബി, സി എന്നീ വകുപ്പുകൾ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുവാനാണ് സുപ്രീം കോടതി വ്യക്തമാക്കി ഈ വിധിയിൽ അല്ലെങ്കിൽ ഈ ഉത്തരവിൽ സുപ്രീം കോടതി വിശദീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ലഭിക്കുന്ന വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. കൂടുതൽ സമയം വേണമെന്ന SBIയുടെ ആവശ്യം കോടതി തള്ളിയിരിക്കുന്നു. നാളെ തന്നെ ഈ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ ആരൊക്കെ വാങ്ങി, ആരൊക്കെ അത് പണമായി ഏതൊക്കെ പാർട്ടികൾ മാറ്റിയെടുത്തിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങൾ നാളെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് SBI കൈമാറണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് 15-നകം അത് പ്രസിദ്ധീകരിക്കുകയും വേണമെന്ന നിർദ്ദേശമാണ്. ഇനി അത് എങ്ങനെ അതിൻ്റെ ഒരു കാറ്റഗറി എങ്ങനെ ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കൃത്യമായി വിധി പകർപ്പ് പൂർണ്ണമായി കിട്ടിയാലേ പറയാൻ കഴിയൂ. എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് വിവരങ്ങൾ വരിക, ഈ ബോണ്ടുകൾ ആരൊക്കെ വാങ്ങി, 1000, 10,000, 1 ലക്ഷം, 1 കോടി അങ്ങനെയാണ് ബോണ്ടുകൾ പോകുന്നത്. അത് കമ്പനികൾക്ക്, വ്യക്തികൾക്കൊക്കെ അത് വാങ്ങാൻ കഴിയുന്നതാണ്. ആ പണം പാർട്ടികൾക്ക് പണമായി മാറ്റിയെടുക്കാവുന്നതുമാണ്. അതിപ്പോൾ എങ്ങനെയാണ് ഈ കൈമാറ്റം എന്നത്, ആരുടെയൊക്കെ പേരുകളാണ് യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ ഒരു വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.